ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ത്യ ഒഴികെ ഏത് രാജ്യത്തായിരുന്നാലും ശരി, ആ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, ആ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആ രാജ്യത്തിന്റെ ശത്രുക്കളുമായിട്ടുള്ള സൗഹൃദത്തിനും ചങ്ങാത്തത്തിനും കരാറുകൾക്കും തല പോകും എന്ന് യാതൊരു സംശയവും വേണ്ട. കാരണം ഇസ്ലാമിക രാജ്യങ്ങളിൽ രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അത്തരം രാജ്യവിരുദ്ധരെയാണ് തലയെടുക്കുകയും നാട് കടത്തുകയും പബ്ലിക്കിൽ നിർത്തി വിചാരണ ചെയ്ത് മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതുമൊക്കെയായി സൗദി പോലെയുള്ള രാജ്യങ്ങളിൽ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യത്തിന്റെ നിയമങ്ങളെ അംഗീകരിക്കുകയും ആ രാജ്യത്തിന്റെ പവിത്രതയെ അനുധാവനം ചെയ്യുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോകുകയും ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം ആ രാജ്യത്ത് മതി. മറ്റേതെങ്കിലും രാജ്യത്ത് നിന്നും ജോലിക്ക് വേണ്ടി വന്നതാണെങ്കിലും ശരി, ആ രാജ്യത്തെ നിയമം അംഗീകരിക്കണം, അനുസരിക്കണം. അതാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ നിയമം. നമുക്കറിയാം, അബ്ദുൾ റഹീം 18 വർഷമാണ് വധശിക്ഷ കാത്തുകിടന്നത്. അബദ്ധമാണെങ്കിലും മനഃപൂർവമാണെങ്കിലും ആ രാജ്യത്തെ ഒരു 15-കാരന്റെ ജീവൻ എടുത്തു. കൊലയ്ക്ക് പകരം കൊല, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അല്ല, ഞാൻ ഇന്ത്യക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ത്യയിലെ നിയമം മതിയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 18 വർഷം ജയിലിൽ കിടന്നിട്ട് പോലും മോചനമില്ല. 34 കോടി ആ കുടുംബം ആവശ്യപ്പെടുന്നു. ശരി, 34 കോടി കൊടുത്താൽ ഇയാൾ രക്ഷപ്പെടുമോ? ഇല്ല. കുടുംബം മാപ്പ് കൊടുക്കുമോ? ഇല്ലേ. കോംപ്രമൈസിന് തയ്യാറാകുമോ? ഇല്ലേ. അതോ ഇയാളുടെ മൂക്കിൽ പഞ്ഞി വെച്ച് നെഞ്ചത്ത് പൂവ് വെച്ചത് കണ്ടാൽ മാത്രമേ ഈ അനസിന്റെ കുടുംബത്തിനൊരു സമാധാനം കിട്ടത്തുള്ളൂ? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇസ്ലാമിക രാജ്യങ്ങളിൽ അങ്ങനെയാ. ഇപ്പൊ നമ്മുടെ രാജ്യത്തിരുന്നിട്ട് രാജ്യവിരുദ്ധതകളൊക്കെ ചെയ്തിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി ചേക്കേറുന്നത് കണ്ടില്ലേ? അവരെ കൂട്ടാനാണ് അമിത്ഷാ. ഈ ലോകത്തിന്റെ ഏത് കോണിലിരുന്നിട്ടാണെങ്കിലും ശരി, ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതാത് രാജ്യത്ത് നിയമ നടപടികൾ നേരിടണം എന്ന ഒരു നിയമം ഈ ഒരാഴ്ചയ്ക്ക് മുമ്പ് പാസ്സാക്കിയത് അതുകൊണ്ടാണ്. രാജ്യം വിട്ട് പോയി കഴിഞ്ഞാല് നമ്മൾ സുരക്ഷിതരാണ് എന്ന ഒരു ധാരണ ഇവർക്കിടയിലുണ്ട്. ആ ധാരണ വല്ലാണ്ട് വളർത്തണ്ട എന്ന് മനസ്സിലാക്കുകയും, തന്നെയുമല്ല, പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി 13,000 മലയാളികൾ പണമിടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന രഹസ്യമൊക്കെ പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഒരു നിയമം ഇവിടെ അനിവാര്യമാണ് എന്ന് മോദി സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം വന്നത്. ഇപ്പോ ഇസ്ലാമിക ഭീകര സംഘടനയായ മുസ്ലിം ബ്രദർഹുഡ്, ഈ സംഘടനയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ UK ആസ്ഥാനമായിട്ടുള്ള 8 സംഘടനകളെയാണ് കരിമ്പട്ടികയിൽ UAE ഉൾപ്പെടുത്തിയത്. കേംബ്രിഡ്ജ് എഡ്യൂക്കേഷണൽ ആൻഡ് ട്രെയിനിങ് സെന്റർ ലിമിറ്റഡ്, ഇമാജിൻ ലിമിറ്റഡ്, വെംബ്ലി ട്രീ ലിമിറ്റഡ്, വാസ്ലഫോറൽ ഫ്യൂച്ചർ ഗ്രാജുവേറ്റഡ് ലിമിറ്റഡ്, യാസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റിയൽ എസ്റ്റേറ്റ്, ഹോൾസ്കോ തുടങ്ങിയ UK പ്രോപ്പർട്ടീസ് ലിമിറ്റഡ് തുടങ്ങിയ നാഫൽ ക്യാപിറ്റൽ എന്നീ സംഘടനകളെ ഒക്കെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് UAE. അതേതെങ്കിലും സംഘടനാ നേതൃത്വവുമായിട്ട് ആലോചിച്ചിട്ടാണോ, അവരുമായിട്ട് കൂടിയാലോചിച്ച് തീരുമാനം എടുത്തിട്ടാണോ? അതിന്റെ ആവശ്യമുണ്ടോ? പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനോട് ഇന്ത്യ ചോദിക്കണമല്ലേ? നരേന്ദ്രമോദി ചോദിക്കണമല്ലേ? കാക്കാമാരെ നിരോധിക്കാൻ പോകാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കണമായിരുന്നു. അല്ല, കൂടിയാലോചനകൾ നടന്നില്ല എന്ന രൂപത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഏത് സംഘടനയും ഏത് നേതാക്കളും ഏത് വിഭാഗമായിരുന്നാലും ഏത് രാജ്യമായിരുന്നാലും അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് കൃത്യമായി എല്ലാ അറബ് രാജ്യങ്ങൾക്കും അറിയാം. അതാണ് UAE ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത്.
റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഓർഗനൈസേഷനുകളിൽ പ്രവർത്തിക്കുന്നവർക്ക് യാത്രാ നിരോധനവും അവരുടെ സ്വത്തുക്കൾ മരവിപ്പിക്കലും നേരിടേണ്ടി വരും. UAE ആസ്ഥാനമായിട്ടുള്ള വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഈ കരിമ്പട്ടികയിലുള്ള സംഘടനകളുമായി പ്രവർത്തിക്കാൻ അനുവാദമില്ല. UK ആസ്ഥാനമായിട്ടുള്ള 8 സംഘടനകൾക്ക് പുറമെ 11 പേരെ കൂടി തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന വ്യക്തികളെയും ഒക്കെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രാദേശികമായും അന്തർദേശീയമായും തീവ്രവാദത്തിന് ധനസഹായം നൽകുന്ന ശൃംഖലകൾ തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് UAEയുടെ ഈ തീരുമാനമെന്നാണ് വിവരം. മുസ്ലിം ബ്രദർഹുഡ് ഒരു ഇസ്ലാമിക ഭീകര സംഘടനയാണ്. 1928 ഹസൻ അൽ ബന്ന എന്ന വ്യക്തിയാണ് ഈജിപ്തിൽ ഈ സംഘടന സ്ഥാപിക്കുന്നത്. രാഷ്ട്രീയ ഇസ്ലാം, ശരീഅത്ത് നിയമം, അക്രമം, തീവ്രവാദം ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഈ സംഘടന തന്നെ ഫോം ചെയ്തത്. ഈജിപ്റ്റ്, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ അറബ് സംഘടനകളിലും രാജ്യങ്ങളിലും എല്ലാം ഈ സംഘടനയെ നിരോധിച്ചിട്ടുണ്ട്. ഈ അറബ് രാജ്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ആ രാജ്യത്ത് സമാധാനത്തോടുകൂടി മുസ്ലിങ്ങൾക്കും കാഫിറുകൾക്കും ജീവിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായില്ലേ? ഈ സംഘടനകളെയൊക്കെ നിരോധിച്ചതുകൊണ്ടാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മാസികയായ പ്രബോധനം വാരികയാണെന്ന് തോന്നുന്നു. ഈ പ്രബോധനത്തിലെ 2003 മാർച്ച് 22 യൂസഫ് അൽ കർലാവിയുടെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. ഇഖ്വാനുൽ മുസ്ലിമൂൻ, അതായത് ബ്രദർഹുഡ്, ഇതിന്റെ ഇന്ത്യൻ പതിപ്പാണ് ജമാഅത്തെ ഇസ്ലാമി. കാരണം ഇത് രണ്ടിന്റെയും ആശയം ഒന്നു തന്നെയാണെന്ന്. ആ പ്രസ്ഥാനത്തെയാണ് രാഹുൽ ഗാന്ധി RSSനോട് തുല്യപ്പെടുത്തിയത്, RSSനോട് സമാന്തരമായി ആരോപിച്ചത്. അതായത് ബ്രദർഹുഡ് എന്താണോ ലക്ഷ്യം വെച്ചത് അതാണ് ജമാഅത്തെ ഇസ്ലാമി. ഇത് തന്നെയാണ് മുമ്പൊരിക്കൽ പിണറായി വിജയനും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചിട്ടും മൗദൂദികളെ കുറിച്ചും പറഞ്ഞത്. RSS ബ്രദർഹുഡിന് സമാനമാണ് എന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞതും അധികാരത്തിലെത്താൻ ജനാധിപത്യത്തെ ഉപയോഗിക്കുകയും അതിനുശേഷം ജനാധിപത്യത്തെ അട്ടിമറിക്കുകയും ചെയ്യുക എന്നതാണ് ഇവരുടെ ആശയം. രാഹുൽ അന്ന് പറഞ്ഞത് എന്താലോചിച്ചിട്ടാണെന്നറിയില്ല, ഏതാണ്ട് അതൊക്കെ ശരിയാണെന്ന് തോന്നുന്നു ഇപ്പോൾ. കാരണം രാഹുൽ ഗാന്ധി ബ്രദർഹുഡിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണോ ഇത് പറഞ്ഞതെന്ന് അറിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആഗോള മാതൃകാ പ്രസ്ഥാനമാണ് ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് അഥവാ അറബിയിൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം. ഇന്ത്യയിൽ മൗദൂദി ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം നൽകുന്ന അതേ കാലത്ത് തന്നെ സയ്യിദ് കുത്തുബും ഹസനുൽ ബന്നയും ഒക്കെ നേതൃത്വം നൽകി രൂപീകരിച്ച ആഗോള മുസ്ലിം പേരുള്ള ഒരു തീവ്രവാദ പ്രസ്ഥാനമാണത്. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്തിനാണ് ബ്രദർഹുഡ് എന്ന ഈ തീവ്രവാദ പ്രസ്ഥാനത്തെ നിരോധിച്ചത് എന്ന് മനസ്സിലായോ? അവർക്ക് സമാധാനം വേണം. അവരാണ് ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ മാതൃകാ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ പറ്റിയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യയിലെ സംഘികളെ പോലെയാണ് എന്ന്. സംഘികൾ ഈ രാജ്യത്തെ തകർത്ത് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച് സമാന്തരമായി മറ്റൊരു ഇന്ത്യയെ പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്നവരാണല്ലേ. അവർ ഈ രാജ്യത്തെ സേവിക്കുന്നവരല്ലേ. അവരൊക്കെ ഉള്ളത് കൊണ്ടല്ലേ ഇവർക്ക് ബ്രദർഹുഡിന്റെ കൊടി ഇന്ത്യക്കകത്ത് പറത്താൻ സാധിക്കാതെ പോയത്. നന്ദി.